നിങ്ങൾക്കൊരു നഴ്സ് ആവണോ? എവിടെയെങ്കിലും ഇരുന്ന് നഴ്സിംഗ് പഠിച്ചാൽ പോരല്ലോ. അതിന് നിങ്ങൾക്ക് ധൈര്യമായി വരാവുന്ന ഒരു ക്യാമ്പസാണ് സ്പർശ് കോളേജ് ഓഫ് നഴ്സിംഗ്. ബാംഗ്ലൂരിലെ 10ഓളം ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുള്ള സ്പർശിന്റെ നെറ്റ്വർക്കിൽ നിങ്ങൾക്കും ഭാഗമാകാം. ഇവിടെ റോബോട്ടിക് സർജറി, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ 3 months കഴിയുമ്പോൾ തന്നെയുള്ള നമ്മുടെ പോസ്റ്റിങ്ങുകൾ. ഇവിടെ നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെ, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടുന്നതാണ്. ആ ട്രെയിനിങ് ആണ് നമ്മളെ നല്ലൊരു നഴ്സ് ആക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു കോളേജാണ് സ്പർശ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഹായ്, നമ്മളിപ്പം സ്പർശ് കോളേജ് ഓഫ് നഴ്സിംഗിലെ 2 മിടുക്കികളായ സ്റ്റുഡൻസിന്റെ അടുത്താണ് നിൽക്കുന്നത്. മോളെ പേരെന്തായിരുന്നു? സഫ. സഫ. ഏത് ഇയറിലാണ് പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. വീട് എവിടെയാണ്? കോഴിക്കോട്. മോളെ പേരെന്താ? അശ്വതി. വീട് പാലക്കാട്. മോള് ഏത് ഇയറിലാണ്? സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പം സ്പർശിൽ എങ്ങനെയാണ് നിങ്ങളുടെ ക്ലിനിക്കൽ ട്രെയിനിങ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഫസ്റ്റ് സെം തൊട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ OT വരെ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ സ്പർശിന്റെ പല ബ്രാഞ്ചസ് ഉണ്ട്, അതിലൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് എക്സ്പോഷർ തരുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽസ്. ഫസ്റ്റ് ഇയറിൽ 3 months കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ? നോർമലി പല കോളേജുകളിൽ ഇല്ലാത്തതാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ 3 months കഴിയുമ്പോഴേ അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു ട്രെയിനിങ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ OT വരെ ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ? OT വരെ ഇവര് കൊണ്ടുപോകുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ. അതൊരു നല്ല BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ഒരു വളരെ നല്ല കാര്യമാണ് അല്ലെ? അത്രയും ഒരു ക്ലിനിക്കൽ കിട്ടണം. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാവർക്കും എന്നും പ്രാക്ടിക്കൽ കൊടുക്കാറുണ്ട്, എല്ലാവർക്കും തരാറുണ്ട്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പം എപ്പോഴും ഇവർക്ക് പഠിപ്പിക്കുക, അപ്പൊ ഡ്യൂട്ടിയും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ സ്പർശിൽ വന്നോണ്ട്? നിറയെ മലയാളി സ്റ്റുഡൻസ് ഇല്ലേ നമുക്ക് സ്പർശി പഠിക്കാൻ? എല്ലാവരും ഏകദേശം മലയാളി സ്റ്റുഡൻസ് തന്നെയാണ്. പിന്നെ 1-2 കന്നഡ സ്റ്റുഡൻസും. ബാക്കി എല്ലാവരും നമ്മുടെ മലയാളികൾ തന്നെയാണ്. എല്ലാ ട്രിവാൻഡ്രം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ളവർ എല്ലാവരും ഉണ്ടോ? ഓക്കെ. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഏത് ജില്ലയിൽ നിന്നാണെന്നാലും? ട്രിവാൻഡ്രം, കോട്ടയം. ഓക്കെ. അപ്പൊ നഴ്സുമാർക്ക് ഗേൾസിനും ബോയ്സിനും ധൈര്യമായിട്ട് വരാൻ പറ്റിയ ഒരു പ്രീമിയം ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള നല്ല ക്ലിനിക്കൽ ട്രെയിനിങ് ഉള്ള ഒരു കോളേജാണ് സ്പർശ് കോളേജ് ഓഫ് നഴ്സിംഗ്.